الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره واستغلظ واستوى على سوقه يعجب الزرع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യ ചെയ്യുകയാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസമാണ് റബീഉൽ അവ്വൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പദ്ധതിയിൽ മനുഷ്യാരംഭം മുതൽ തുടങ്ങിയ മാർഗദർശന പരിപാടി പൂർത്തിയാകുന്നത് ഈ പ്രവാചകനിലൂടെ. മനുഷ്യന് സ്വതേ ഒരു ബുദ്ധിയും ശക്തിയും ഒക്കെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അവന്റെ മനസ്സിൽ അതിനെ സംബന്ധിച്ച ജ്ഞാനം നിരന്തരമായി അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പ്രശ്നങ്ങളെ അതിജയിക്കാനും പരിഹരിക്കാനും അത് മതിയാവില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രകൃതം. ആ ഒരു സംഗതി നമ്മളെ കാട്ടി തന്നിട്ടുണ്ട്. പലപ്പോഴായി സൂചിപ്പിച്ചത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആദവും ഹവയും അവരുടെ സ്വർഗവാസവും അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കൽപ്പനയും അവരുടെ പ്രവൃത്തിയും വിവരം ഇല്ലാഞ്ഞിട്ടോ ബോധമില്ലാഞ്ഞിട്ടോ അറിയാത്തത് കൊണ്ടല്ല അവർ ആ അരുതായ്മ ചെയ്തു പോയത്. അതായത് അവരുടെ സ്വതേയുള്ള കഴിവ് ഈ പൈശാചിക ദൗർബോധനത്തെ അതിജയിക്കാൻ ശക്തമായില്ല എന്നതാണ് സത്യം. അസുണ്ടായില്ല, ഇതൊരു പിടിച്ചു നിൽക്കാനുള്ള ഒരു സംഗതി ഉണ്ടായി. അപ്പൊ മനുഷ്യ മനസ്സിന് അഡീഷണൽ കൗൺസിലിംഗ്, അതായത് സ്വതേയുള്ള സന്മാർഗ ബോധത്തോടൊപ്പം തന്നെ
തന്നെ പുറമേ നിന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, സന്മാർഗ ദർശനങ്ങൾ, സഹായങ്ങൾ ആവശ്യമാണ് എന്നാണ് ആ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ വേണ്ടിയാണ് അവരവിടെ വെച്ചിട്ട് ഒരു പ്രവൃത്തി ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ചെയ്യുന്ന ഒരു സ്വഭാവത്തിനെ കൊണ്ട്, അതായത് മനുഷ്യന്റെ ആ വീക്ക്നെസ്, അവന്റെ ഒരു കഴിവുകേട് അവനെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഗതി പറയുന്നു. അതായത് എന്നിൽ നിന്ന് നിങ്ങൾക്ക് മാർഗദർശകന്മാർ വന്നാൽ അതിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളണം. എന്നാൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. ഈ അബദ്ധം ഉണ്ടായാലും അതിൽ നിന്ന് മോചനം നേടി അവസാനം നിങ്ങൾ രക്ഷപ്രാപിക്കും, ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. ഇപ്പൊ ഭൂമിയിലെ ജീവിതത്തിൽ മനുഷ്യന് പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാതെ ജീവിതമില്ല. പ്രശ്നം അത് നല്ല നിലയ്ക്കുണ്ടാവും, വ്യസനിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ചീത്ത നിലയ്ക്കുണ്ടാവും. ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായി അത് ചീത്തയാവില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്കിന് വേണ്ടി സംവിധാനിച്ചാണ്. ഒരു പ്രശ്നവും യാദൃച്ഛികമായി ഉണ്ടാവില്ല എന്നത് യാഥാർത്ഥ്യം ആദ്യം തന്നെ അവിടെ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിജയിക്കാനുള്ള ഒരു ശക്തി, മാനസിക ശക്തി ഉണ്ടാകാം. ചെറുതു മുതൽ വലുത് വരെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ചലനങ്ങളും, ശ്വാസോച്ഛ്വാസം മുതൽ മഹാസംഭവങ്ങൾ വരെ, അതായത് കുഞ്ഞ് ജനിക്കുന്നത്, വിവാഹം കഴിക്കുന്നത്, തലാഖ് വരുന്നത്, രോഗം വരുന്നത്, രോഗം വരാതിരിക്കുന്നത്, പണം ഉണ്ടാവുന്നത്, പണം കിട്ടാതെ പോകുന്നത്, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ ക്ലിപ്തമായ, വ്യക്തമായ രേഖയിലുള്ളതാണ് സംഭവിക്കുക. അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേദനയും ദുഃഖവും സന്തോഷവും ബേജാറും ഒക്കെ വരുത്തുക. ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങൾ നോക്കിക്കാണാൻ ശ്രമിച്ചാൽ ഏതവസ്ഥയിലും ഇങ്ങനെ ചാഞ്ചാടി കളിക്കാതെ ഉറച്ചു നിൽക്കുക. അതാണ് സത്യവിശ്വാസികൾ ഉണ്ടാവേണ്ടത്. ആ നിലയ്ക്കുള്ള ഒരു വലിയ കൗൺസിലിംഗ്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആദം നബി മുതൽ മുഹമ്മദ് നബി വരെ ചെയ്തിട്ടുള്ളത്. സന്മാർഗ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉപദേശം മാത്രമല്ല, അതായത് മാർഗദർശനവും പ്രശ്നങ്ങളെ അതിജയിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള സഹായവും ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ആധുനിക ലോകത്ത് ഈ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ മുസ്ലിം സമുദായത്തിലെ ആളുകളാണ് കൗൺസിലിംഗ് ഏറ്റവും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദ ഗ്രേറ്റ് ബുക്ക് ഓഫ് കൗൺസിലിംഗ് അവരുടെ കൈവശമാണത് ഖുർആനാണ്. ലോകം കണ്ട ഏറ്റവും മഹാനായ കൗൺസിലർ, അനുഗ്രഹീത കൗൺസിലർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലയ്ക്ക് ആധുനിക കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആവശ്യവും രീതിയും ടെർമിനോളജിയൊക്കെ ഉപയോഗിച്ച് നമ്മളിതിനെ പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് പ്രയോജനപ്രദമാകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹം, അവന്റെ ഒരു മേഴ്സി ആയിട്ടാണ്, റഹ്മത്തായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ് തീരുമാനിച്ചത്. ആ അനുഗ്രഹം പേര് വരുന്ന പ്രവാചകന് ലോകാനുഗ്രഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരിടുകയും ചെയ്തു. അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം, അല്ലാഹു തന്നെ അനുഗ്രഹമാണ്. കതബ അലാ നഫ്സിക റഹ്മ, ദൈവം സമം അനുഗ്രഹം. അതായത് സത്തയിൽ കാരുണ്യം എഴുതപ്പെട്ടതാണ് ദൈവിക വ്യക്തിത്വം. അതായത് മനുഷ്യൻ എന്തെങ്കിലും അബദ്ധം പറ്റുന്നതിനെ നോക്കി കുത്തിയിരുന്ന് പിടിച്ച് ശിക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ദോഷകർക്കോ അല്ലെങ്കിൽ ഒരു സാനിസ്റ്റോ അല്ല ഇസ്ലാമിന്റെ ദൈവസങ്കല്പം എന്നുള്ളതാണ്. ഏത് തെറ്റ് ചെയ്താലും വരൂ, ഞാൻ പുറത്തു തരാം എന്ന് വളരെ ഉറക്കെ തന്നെ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫ്ഫാർ, അതായത് പുറത്തുനിന്ന് മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പുറത്തുകൊണ്ടിരിക്കും. ഒരു തെറ്റ് ചെയ്തു, തൗബ മനസ്സിലുണ്ടായാൽ പുറത്തു, അത് തെറ്റ്, ആ തെറ്റ് തന്നെ വീണ്ടും ചെയ്തു, വീണ്ടും ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അത് പുറത്തു. എന്താ അതുകൊണ്ട് സംഭവിക്കുക? ഈ തൗബയിൽ ആത്മാർത്ഥമുണ്ടെങ്കിൽ അത് അല്ലാഹ് നല്ലോണം തിരിച്ചറിയും. വെറും ഒരു കാക്ക തൗബയല്ല, കാക്കക്കുളിയുടെ തൗബയല്ല. ഒരു തൗബ ഉണ്ടാവുമ്പോ, ഒരു ഖേദമുണ്ടാവുമ്പോ, ഒരു മടങ്ങൽ ഉണ്ടാവുമ്പോ അത് ആ എത്ര ആഴത്തിലാണ് ആത്മാർത്ഥത എന്ന് അല്ലാഹു നന്നായി അറിയാം.
അതനുസരിച്ച് അവനെ തെറ്റിൽ നിന്ന് ഇങ്ങനെ മാറ്റി 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 ഒടുവിൽ അവൻ തെറ്റിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മുക്തമായ ഒരു മനസ്സിന്റെ ഉടമയായി മാറുകയും ചെയ്യും. അതാണ് തൗബ കൊണ്ട്. അതിനാണ് ഇങ്ങനെ ആവർത്തിച്ച് 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 പറഞ്ഞു. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും മനുഷ്യ മനസ്സിൽ തെറ്റുകൾക്ക്, തെറ്റായ ചിന്തകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസത്തിൽ 70 മുതൽ 100 പ്രാവശ്യം വരെ ഞാൻ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നു, നിങ്ങളും അങ്ങനെ ചെയ്യണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്നത് നമസ്കാരം ഏത് പ്രകാരം നിർവഹിക്കുന്നുവോ അതുപോലെ നിർബന്ധമാക്കി ഖുർആൻ പറഞ്ഞ ഒരു കാര്യമാണ്. അല്ലാഹുവിൽ നിന്നുള്ള സഹായം എത്തിക്കഴിഞ്ഞാൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. അല്ലാഹുവിനെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുക എന്നത് സത്യവിശ്വാസിക്ക് ആശ്വാസത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു സംഗതി. ഇതൊരു വലിയ ആശ്വാസകരമായി ഈ സംഗതി നമ്മളെ പഠിപ്പിക്കാൻ വിപുലമായ രീതിയിൽ ചരിത്രത്തിന്റെ ഒരുപാട് പിൻബലത്തോടുകൂടി പ്രകൃതിയിലുള്ള ഉദാഹരണങ്ങളോടുകൂടി ഇതിങ്ങനെ പഠിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു പ്രവാചകന്മാരെ വിട്ടത്. ആ പ്രവാചകൻ അനുഗ്രഹത്തിന്റെ പ്രവാചകൻ. പ്രവാചകനെ ബഹുമാനിക്കണം, ആദരിക്കണം, പക്ഷെ അതിന് കവിയരുത് എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ഒരുപാട് വിശദീകരിക്കാതെ തന്നെ അറിയാം. പ്രവാചകൻ കൊണ്ടുവന്നതിനെ പിൻപറ്റലാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഡ്യൂട്ടി. ആ പ്രവാചകന്റെ വാചകങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അല്ലാതെ ആ പ്രവാചകനെ വാനോളം പോയെത്തിച്ച് പ്രവാചകനോട് സഹായം അഭ്യർത്ഥിക്കുന്ന രീതിയല്ല. കൃത്യമായി പറഞ്ഞു. ഒരാൾ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇൻഷിഅ. നമ്മൾ സാധാരണ അറിയാതെ ഈ ലോക്കൽ വർത്തമാനത്തിൽ പറയണം അള്ളാഹു റസൂൽ ഉദ്ദേശിച്ചാൽ നമ്മൾ പറയാറുണ്ട്. അള്ളാഹു റസൂലാണ് നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു റസൂൽ ചേർത്താ പറയാം. അപ്പൊ ഒരു സംഗതി സംസാരിച്ച പോലെ സഹാബി പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇൻഷിഅ. അള്ളാഹും നീയും ഉദ്ദേശിച്ചാൽ റസൂലിന് ദേഷ്യം പിടിച്ചു. സാധാരണ ദേഷ്യം പിടിക്കാത്തതാണ്. ദേഷ്യം പിടിച്ചിട്ട് മുഖം ചുവന്നു. നീ എന്നെ അള്ളാഹ് സമമാക്കുകയാണോ മനുഷ്യ? ഇൻഷാഅല്ലാഹ് മാത്രം പറഞ്ഞാൽ ഇൻഷിഅ നീ ഇവിടെ ഉദ്ദേശിച്ചാൽ എനിക്ക് അവിടെ ഉദ്ദേശത്തിൽ യാതൊരു പങ്കുമില്ല. എന്നോട് പറഞ്ഞത് ലാ അംലികു ലി നഫ്സി ശൈഅൻ നഫഅൻ വലാ ദർറ എന്ന് പറഞ്ഞു കൊടുക്കണം. നീ പറയണം സ്വന്തം തടിക്ക് പോലും സ്വയമേ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ നന്മയോ തിന്മയോ ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് അടുപ്പിക്കാനാണ് ഞാൻ വന്നത്, എന്റെ അടിമയാക്കാനല്ല. ഈസ നബിയോട് അല്ലാഹു തആല അവസാനം ചോദിക്കുക, അല്ല ഈസ, നിന്നെയും നിന്റെ ഉമ്മനെയും ആരാധിക്കാൻ നീ എങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണ ഒരു രംഗം ഖുർആൻ വിശദീകരിക്കുന്നു. ഈസ നബി പറയും, ഞാൻ പറഞ്ഞിട്ടില്ല, നിനക്കറിയാം. ഞാൻ വന്നതിന് ശേഷം അവർ എന്താ ചെയ്തതെന്ന് എനിക്കല്ലല്ലോ, നിനക്കാണല്ലേ തമ്പുരാനെ അറിയാം എന്ന് പറഞ്ഞ് ഈസ നബി പരലോകത്ത് വെച്ച് സ്വന്തം തടി സലാമത്താക്കുന്ന ഒരു രംഗം ഖുർആൻ. അപ്പൊ ആ പ്രവാചക സ്നേഹം വേണം. പ്രവാചക സ്മരണ ഫർളാണ്. കാരണം നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ പ്രവാചകൻ സ്മരിക്കും. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് കൊടുക്കാവില്ല. ഇഖാമത്ത് കൊടുക്കുമ്പോഴുണ്ടാവും. നമസ്കാരം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ തഹിയ്യാത്തില് പ്രവാചകനെ സ്മരിക്കുക. അപ്പൊ ദൈനംദിനം ഒരുപാട് പ്രാവശ്യം പ്രവാചകനെ സ്മരിക്കാൻ പ്രത്യേക ജന്മദിന ആഘോഷം കൊണ്ടാടൽ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല എന്നത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട. അനുസ്മരണമൊക്കെ നല്ലതാണ്. അനുസ്മരണം അതിന് വിടുമ്പോൾ പണ്ട് കാലത്തെ പ്രവാചകാനുയായികൾ ചെയ്തതുപോലെ അത് ആരാധനയുടെ രൂപത്തിലാകും. എന്റെ കബറിടം നിങ്ങൾ ആരാധനാലയമാക്കി കളയരുത് എന്ന് ആവർത്തിച്ച് അവസാന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഈ ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിനു ശേഷം മുസ്ലിം സമുദായത്തിൽ കയറി കൂടിയ ഈ ഏർപ്പാടുണ്ടല്ലോ, അതിൽ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതരത്തിലുള്ള ഏർപ്പാടുകൾ കഴിയും. അതിനൊരുപാട് ഗുണഭോക്താക്കളുമുണ്ട്. ആ ഒരു സംഗതിയിലേക്ക് ഈ സമുദായത്തെ വലിച്ചുകൊണ്ടുപോകുന്ന ഒരുപാട് പ്ലാൻ ചെയ്ത ആളുകൾ അതിന്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. പാവപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരും എന്തെല്ലാമൊക്കെയാണ് അതിന്റെ പേരിൽ കാട്ടിക്കൊടുന്ന വിഷയം. അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നത് അത് നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയല്ല. ആവശ്യമില്ലാത്തതൊന്നും ദീപിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമല്ല. അവസാനം അത് അബദ്ധത്തിലേ ചെല്ലൂ. ഈ പ്രവാചകനെ നമുക്ക് അനുഗ്രഹമായിട്ടാണ് വിട്ടത്, ഒരു ശല്യമായിട്ടല്ല.
നമുക്കും നമ്മുടെ നാട്ടാർക്ക് ശല്യമായിട്ടല്ല ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ശുഭവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ടാണ് നിന്നെ നാം അയച്ചിട്ടുള്ളത്. സത്യം സത്യമായി പറഞ്ഞു തരുമ്പോ അത് സ്വീകരിക്കുകയും എന്നിട്ട് അതിന്റെ പ്രതിഫലം ഉണ്ടാകുന്ന പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്ന ഉന്നതമായ ആ മനോഭാവം. സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ കുടുക്കിൽ അകപ്പെട്ടു പോകാനും ശിക്ഷ അനുഭവിക്കാനും ജീവിതം നശിക്കാനും സാധ്യതയുണ്ട് എന്ന താക്കീത്, അതും ശുഭവാർത്ത തന്നെയാണ്. താക്കീതും ശുഭവാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നതും ശുഭവാർത്ത തന്നെയാണ്. അതായത് ഷാഹിദായിട്ടാണ് നാം ഇതൊക്കെ സംവിധാനിച്ചിരിക്കുന്നു. നമുക്കൊരു സാക്ഷിയായിട്ടാണ് നിന്നെ നാം വിട്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാം നിനക്ക് സാക്ഷിയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടണം എന്നൊക്കെ ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമ്മളിപ്പോ എന്തിനാണ് സാക്ഷ്യം നിൽക്കണമെന്ന് വെച്ചാൽ കണ്ണി കണ്ട തോന്നിയാസത്തിന് മുഴുവൻ മുസ്ലിം സമുദായം സാക്ഷിയാണ് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ മുന്നിൽ. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ഈ അനുഗ്രഹം, അതിന്റെ ആനന്ദം അനുഭവിക്കുന്നതിന് നമുക്കും സാധിക്കുന്നില്ല, മറ്റുള്ളവർക്കും സാധിക്കുന്നില്ല. അതായത് ലോകത്തിന് മുഴുവനുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടത് എന്നതാണ്. അത് ദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്ന ഒരു പ്രബോധകനായി, അവന്റെ അനുമതിയോടുകൂടി അല്ലാഹുവിലേക്ക് ആളുകളെ വിളിക്കുന്നത് അല്ലാഹ് അനുവദിച്ചത് കൊണ്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന നൽകിയത് കൊണ്ടാണ്. സിറാജം മുനീറ, ഒരു നല്ല പ്രകാശം പരത്തുന്ന വിളക്കാണ് മഹാപ്രവാചകൻ. വബശ്ശിരിൽ മുഅ്മിനീൻ, സന്തോഷ വാർത്ത അറിയിക്കുക സത്യവിശ്വാസികൾക്ക്. ബിഅന്ന ലഹും മിനല്ലാഹി ഫളലൻ കബീറ, ഈ പ്രവാചകനെ പിൻപറ്റുന്ന സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭ്യമാകാനുണ്ട് എന്ന കാര്യത്തിൽ സന്തോഷ വാർത്ത അറിയിച്ചുകൊള്ളുക. ഇതുപോലെ മുസ്ലിം പേരുള്ള ആളെ കൊണ്ടാണ് പ്രവാചകനല്ല, ഇതാർക്കറിയാം, അറിയില്ല എന്ന് അത് തന്നെ പറയാം. ബഷീറം വ നദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനും. വലാകിന്ന അക്തറൻ നാസി ലാ യഅലമൂൻ, പക്ഷെ അധികം ആളുകളും അത് അറിയില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പൊ ജനസംഖ്യയിൽ അധികം ആളുകളും ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹം നമുക്ക് നൽകി അതിന്റെ ആശ്വാസവും ആനന്ദവും നൽകാൻ വേണ്ടി വന്ന ഒരു പ്രവാചകനാണ്. അതൊരു പ്രഭ പടർത്തുന്ന വിളക്കാണ്, നാശങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്ന മഹാ നേതാവാണ്, എല്ലാത്തിനും മാതൃകയാണ് എന്നുള്ളൊരു കാര്യം മറ്റുള്ളവർക്കറിയില്ല. കാരണം ഈ പ്രവാചകനെ പിൻപറ്റാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നമ്മള് ആ പ്രവാചകനെ അല്ല യഥാർത്ഥത്തിൽ പല കാര്യത്തിലും പിൻപറ്റുന്നത് എന്നതുകൊണ്ടാണ്. നമുക്ക് ഒരുപാട് അജണ്ടകൾ വേറെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ആ പ്രവാചകന്റെ ഏറ്റവും ഉദാത്തമായ ഉത്തമമായ സ്വഭാവ വിശേഷങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ തിക്താനുഭവങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പ്രവാചകൻ വെറുതെ ഒന്നല്ല, എല്ലാ നിലയ്ക്കും മനുഷ്യരുടെ കൂടെ ജീവിച്ചിട്ട് സഹായം നൽകുന്നു. യഅ്മുറുഹും ബിൽ മഅറൂഫ്, എപ്പോഴും നന്മ കൽപ്പിക്കുന്നവനായിരിക്കും പ്രവാചകന്മാർ. വയൻഹാഹും അനിൽ മുൻകർ, തിന്മയെ അവർ വിരോധിച്ചുകൊണ്ടേയിരിക്കും. ഉഹില്ല ലഹും അത്വയ്യിബാത്ത്, നല്ലതെല്ലാം അവർക്ക് അനുവദിച്ചു കൊടുക്കും. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, ചീത്തയൊക്കെ അവർക്ക് നിരോധിക്കുകയും ചെയ്യും. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും. വല്ലഅഗ്ലാലത്തി കാനത് അലൈഹിം, അവരുടെ ചങ്ങലകൾ പൊട്ടിച്ചു കളയും. ചാട്ടവാറില്ലാത്ത മർദ്ദനങ്ങളിലും ചങ്ങലകളില്ലാത്ത ബന്ധനങ്ങളിലുമാണ് ആധുനിക മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. പണ്ടൊക്കെ ചാട്ടവാറുണ്ടടി, പക്ഷെ ഇപ്പൊ നിയമം കൊണ്ട് അടിച്ചാൽ മതി, ചാട്ടവാറ് വേണ്ട. ബന്ധിക്കാൻ ചങ്ങല വേണ്ട, 2 ഓർഡർ മതിയാവും ബന്ധിക്കാൻ. വിശദമാക്കാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മുകളിൽ ഭാരം വന്ന് ഭവിക്കുകയാണ്.
അതിലാണ് ചങ്ങലകൾ. അപ്പൊ മനുഷ്യ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങലകളെ പൊട്ടിക്കാനും ഭാരങ്ങൾ ഇറക്കി വെക്കാനാണ് ഈ കാരുണ്യത്തിന്റെ മഹാസന്ദേശം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വല്ലദീന ആമനു, അപ്പോൾ ഇതിൽ വിശ്വസിക്കുക, ഈ പ്രവാചകനിൽ വിശ്വസിക്കുക. വഅസ്സറുഹു വനസറുഹു വത്തബഉ അൻ-നൂറല്ലദീ ഉൻസില മഅഹു, ആ പ്രവാചകനെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും അവന്റെ കൂടൊപ്പം ഇറക്കിക്കൊടുത്ത ആ പ്രകാശത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ അന്തിമമായി വിജയിക്കാൻ പോകുന്നത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നു. അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നത് സഹിക്കാനാവാത്തൊരു പ്രവാചകനാണ്. ഒരാളും വിഷമിക്കുന്നത് സഹിക്കില്ല, സ്വന്തം വിഷമം പോലെ എടുക്കുന്നു. നമുക്ക് പ്രവാചകന്റെ ജീവിതം പഠിച്ചാൽ മനസ്സിലാവും. ഒരാളുടെയും വേദന അവഗണിക്കില്ല, സ്വന്തം വേദനയായി കാണുന്നുണ്ട്. ഒരാളോട് കയർത്ത് സംസാരിക്കില്ല, നിങ്ങളോട് വളരെയധികം കാരുണ്യമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ളവനാണ്, മനുഷ്യരോട് മൊത്തത്തിൽ താല്പര്യമുള്ളവനാണ് പ്രവാചകൻ. പ്രവാചകനെ ഏറ്റവും വലിയ ശത്രുവായി കണ്ട് ഭയങ്കരമായി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മക്കയിൽ ഒരാള് അബൂജഹലിന്റെ അടുത്ത് ജോലി ചെയ്ത് അയാള് കൂലി ചോദിച്ചപ്പോ അബൂജഹൽ കൂലി കൊടുത്തില്ല. അയാള് മുസ്ലിം ആയിരുന്നില്ല. അപ്പൊ അവരവിടെ അയാള് കഅബയിലേക്ക് വരികയാണ്. കഅബയിലെ പല സ്ഥലത്ത് പല തിട്ടകളുണ്ടാവും, കല്ലുകളും തിട്ടകളും ഒക്കെ ഉണ്ടാവും. കഅബയുടെ അപ്പുറത്ത് വന്ന ആളുകൾ ഇരിക്കാം, കാരണവന്മാരൊക്കെ വന്ന അവിടെ. അപ്പൊ അവിടെ ആ തിട്ടയിൽ കൂടിയിരുന്ന 2-3 പ്രഗത്ഭന്മാരായ ഖുറൈശികളോട് പറഞ്ഞു, ഞാൻ അബുൽ ഹക്കമിന്റെ വീട്ടിൽ ജോലി ചെയ്തു. അയാൾ പറഞ്ഞ ജോലിയൊക്കെ എടുത്തു, കൂലി കിട്ടി. അയാളോട് ഇത് വാങ്ങാൻ എനിക്ക് കഴിവില്ല, ഇത് വാങ്ങിത്തരണം എന്ന് പറയുണ്ടായി. അപ്പൊ അവര് ഇത് തന്നെ ഒരു സന്ദർഭം അവിടെ എത്തിരിക്കണ്ടേ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്തിരിക്കുകയാണ്, കുറച്ച് ദൂരം. എന്തായിരുന്നാലും നല്ല സന്ദർഭമാണ്. മുഹമ്മദിനെ വന്ന് ശരിക്കും കൊച്ചാക്കാൻ അബൂജഹലിന്റെ അടുത്ത് മുഹമ്മദ് എന്തായാലും പോവില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളോട് ചോദിച്ചാൽ അയാൾ വാങ്ങിച്ചു. ഇയാള് പാവമൊന്നും അറിയാതെ അവിടെ ചെന്നിട്ട് നബിയോട് പറഞ്ഞു. നബി ഇങ്ങനെ നോക്കിയാള് അയാളെ ധൈര്യം കണ്ടപ്പോ പാവം വിളിച്ചാ നേരെ അബൂജഹലിന്റെ വീട്ടിലേക്ക്. അബൂജഹലിന്റെ വീട്ടിലേക്ക് ചെന്നോടെ തന്നെ അബൂജഹൽ വിചാറായി. മുഹമ്മദ് നേരിട്ടാണ് വരികയാണ്, എന്താ സംഭവം കാശാണ് കൊടുക്കുന്നത്. അബൂജഹൽ അടുത്ത് പോയി മിണ്ടാതെ ദിർഹം എടുത്തോണ്ട് കൊടുത്തു. പൈസ വാങ്ങിയ സന്തോഷത്തിൽ അയാൾ തട്ടിവിട്ടുമ്പോ ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. എന്താ അബുൽ ഹക്കം താങ്കൾക്ക് പറ്റിയത്? നിങ്ങൾക്ക് എന്ത് പറയാം, മുഹമ്മദ് പൈസ വാങ്ങാൻ വേണ്ടി എന്റെ അടുത്ത് ചോദിക്കുമ്പോ അവന്റെ 2 തോളുകളിലും 2 ജന്തുക്കൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നിയത് ഞാൻ കൊടുത്തുപോയി, അല്ലെങ്കിൽ അവ എന്നെ കടിച്ചു വിടുമായിരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ സഹായമാണ്. ഒരു പ്രവാചകൻ ഒരു സാധുവായ മനുഷ്യനെ, ഒരു അശരണനായ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി, അത് മനുഷ്യനെ രക്ഷിക്കാനാണ്, ഒരു മുസ്ലിമിനെ രക്ഷിക്കാനല്ല പറഞ്ഞത്. മക്കയിൽ തന്നോടൊപ്പം ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ശത്രുവായ ശത്രു എന്ത് ചെയ്യുമെന്ന് അറിയില്ല, എങ്കിലും വേഗാണ്ട് പോവാ. അവിടെ ചെന്നപ്പോ അള്ളാഹിന്റെ സഹായം വന്നു. വേഗം ചെറിയൊരു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഒക്കെ പേടിച്ചിട്ട് ദേവത്ത് കടന്ന കാലുണ്ട്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു, ഖത്താബിന്റെ പുത്രൻ. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു അല്ല, ഉമർ എന്ന വീരശൂര പരാക്രമി തോന്നിയാസി. അദ്ദേഹം വീട്ടിൽ ചെന്നപ്പോ പെങ്ങള് ഖുർആൻ കണ്ട് ദേഷ്യം പിടിച്ച് അടിച്ച് പ്രശ്നക്കായി. അതിന് മുഹമ്മദാണ് കുഴപ്പമുണ്ടാക്കണമെന്ന് വിചാരിച്ചു. നേരെ നബിയുടെ ദാറുൽ എവിടെയോ നബി കുറച്ച് ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് ഓടി ചെല്ലുകയാണ്. ഇപ്പൊ കാച്ചുകളയാണ്, ഇപ്പൊ ശരിയായിക്കളയാണ്. ആളുകളൊക്കെ പേടിച്ച്, നബിയുടെ അടുത്തുള്ള ആളുകളൊക്കെ പേടിച്ചു കുറച്ചു. ഖത്താബിന്റെ പുത്രൻ ഉമർ അതാ വരുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞു. നബി അവിടെ ഇരിക്കരുത്. അപ്പൊ ഖത്താബിന്റെ പുത്രനെ വരിക. അവിടെ വരുമ്പോ നമ്മൾ മാറിയിരിക്കുന്നു. അല്ല, ഞങ്ങൾ നേരിട്ടുള്ള അവനെന്തെങ്കിലും ചെയ്താല് നിങ്ങൾക്ക് അപകടം, മാറി നിൽക്കണോ? ഉമർ റളിയല്ലാഹു അൻഹു വന്നോടെ നബി ഒരു ഒറ്റപ്പെടുത്തണം. ഉമർ ഇതിനാണ് ഉമർ നീ ഇവിടെ വന്നത്. ഒരൊറ്റപ്പെടുത്തോ പിടിച്ചു, ഇങ്ങനെ കുത്തി പിടിച്ചു. മല്ലദീ ജാഅക യാ ഉമർ. ആ ഒരു ധൈര്യം, സ്ഥൈര്യം, തന്റെ ആദർശം യഥാർത്ഥത്തിൽ അല്ലാഹു എന്നതാണെന്നും
അത് പറഞ്ഞു പോകുന്ന വീതിയിലൂടെ അള്ളാഹുവിനെ സഹായിക്കുന്നുള്ള ദൃഢമായ ബോധ്യം. ഉമർ റളിയല്ലാഹു പേടിച്ച് വിറച്ച് കൈകാലൊക്കെ കുഴഞ്ഞ് ആകെ. ഇങ്ങനെ ഒരു തരത്തിലും പ്രവാചകനെ തോൽപ്പിക്കുന്ന അത്ര ധൈര്യവും തന്റേടവും ശക്തിമായി. മദീനയിൽ ഒരു വലിയ ശബ്ദം കേട്ടു, രാത്രിയിൽ ഒരു അപാരമായ ശബ്ദം കേട്ടു. ആളുകളൊക്കെ ബേജാറായി ഓടി പോയപ്പോ ആളുകൾ കാണുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബ്ദം കേട്ട ഭാഗത്ത് തിരിച്ചു വരുന്നതാണ്. ആ ശബ്ദം കേട്ടപ്പോ ആദ്യം അവിടെ എത്തിയത് അള്ളാന്റെ പ്രവാചകനായിരുന്നു. കുഴപ്പമില്ല, അത് ഇന്നതാണ് സംഭവിച്ചത്, നിങ്ങളെല്ലാം ശാന്തമായി പോയി പറയുള്ളൂ. ഒരു ജനതയെ അസീസും അതായത് ഹദീസും ഒക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ് പ്രവാചകൻ. ഓരോ സന്ദർഭത്തിലും ഉമ്മത്തി, എന്റെ സമുദായമേ എന്നാണ് പ്രവാചകൻ പറയാറുണ്ടായിരുന്നത്. നാളെ പരലോകത്ത് പ്രവാചകനെ ഹാജരാക്കുമ്പോ, പ്രവാചകനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ ഉമ്മത്തി അതിനെയാ ഉമ്മത്തി, എന്റെ എന്റെ സമുദായം എവിടെയാണ് എന്നാണ് ഈ കാരുണ്യത്തിന്റെ തിരുദൂതൻ അവിടെ നിന്ന് പറയുന്നത് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് വായിക്കണം. അങ്ങനെ മനുഷ്യന് മുച്ചൂടുകാരുണ്യം, ഒരുപാട് ഒരുപാട് കരുണയുടെ കഥകൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കണം. ആ പ്രവാചകനെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ കൊണ്ടുവന്നതിന് വിശ്വസിച്ചത് പ്രായോഗിക ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാം. അതിനാണ് ഉത്തമമായ മാതൃക പ്രവാചകന്റെ ജീവിതത്തിലുണ്ട്. ഓരോ സംഗതിയും ചെറുതും വലുതുമായ സംഗതി അദ്ദേഹം എപ്പോഴും ഒരു ശാന്തനായി, ഗംഭീരനായി, പ്രൗഢഗംഭീരനായി, ആളുകളോട് കയറ്റല. സൂര്യൻ അദ്ദേഹത്തിന്റെ മുഖത്ത് ഉദിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണോ എന്ന് തോന്നും ആ മുഖം കണ്ടാൽ എന്ന് സഹാബിമാരിൽ പലരും പറയാറുണ്ട്. അത്ര ശോഭയായിരുന്നു. ഒരാൾക്കും അങ്ങനെ കയറി എന്തെങ്കിലും പറയാനുള്ള ഒരു തന്റെ കഴിവുണ്ടാവുമായിരുന്നില്ല. അങ്ങനെ ലോകത്തിന് മാതൃകയായി ആധുനിക ലോകം അന്വേഷിക്കുന്ന ഒരു നേതാവിനെ പറ്റി ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ആളുകളെ സ്വാധീനിച്ചത് ഇവിടെ നടപ്പാക്കി കാണിച്ചത്. കുറെ അനുയായികളെയും ഇവിടെ വെട്ടിച്ചാൽ പോയത്. ആ അനുയായികൾ അതുപോലെ ആയില്ലെങ്കിലും അതിനടുത്തെങ്കിലും ആവേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നൊരു ബോധം യഥാർത്ഥത്തിൽ നമുക്ക് വേണം. ഈ പ്രവാചകന്റെ പേരിൽ സലാത്തില്ല പറഞ്ഞു, അത് നമ്മുടെ പേരിലുള്ള സലാത്തില്ല. മൻ സല്ല അലൈഹി സലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പേരിൽ ആരെങ്കിലും ഒരു സലാത്ത്, അതായത് ഒരു രക്ഷ ആശംസിച്ചാൽ അവന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പ്രാവശ്യം രക്ഷ നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിസ്കരിക്കാൻ എന്താ പറഞ്ഞത്? സല്ലു, അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്തില്ല. അല്ലാഹു ചൊല്ലുന്നു, മലായികത്തു ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ. അതാണ് നമുക്ക്. പിന്നെ പ്രവാചകൻ പറഞ്ഞ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ദുആ ഉണ്ട്, അതൊരു വസിയത്താണ് പ്രവാചകൻ നമ്മളോട്. ആതി മുഹമ്മദിൽ വസീലത വൽ ഫളീലത വൽ ദറജത റഫിഅ വബഅതു മഖാമൻ മഹ്മൂദ. അത് പ്രവാചകൻ കൊടുക്കണേ, വിശദമാക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ 2 സംഗതികളാണ്. ഒന്ന് പ്രവാചകന്റെ മുൾസലാത്ത് ചെല്ലുന്നത്, അല്ലാത്ത അവദാനങ്ങൾ പാടിയിട്ട് ഇർതകബതു അലൽ ഖദാ ഗൈറ ഹസദിൻ വഅദ ലക അഷ്കു ഫിഹി യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. ലക അഷ്കു ഫിഹി യാ, അത് ഞാൻ നിന്നോട് അവരാതി ബോധിക്കുന്നു. സയ്യിദി ഖൈറൻ നബി, ഒരേട്ടിലും പാട്ടിലുമില്ലാത്ത സംഗതികളാണ്. അതിന് അർത്ഥമൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മളോട് പറഞ്ഞ സംഗതിയല്ല, അല്ലാഹുവിനോട് വരാൻ ചോദിക്കാനാണ് പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ എന്നോട് ചോദിക്കട്ടെ, അവൻ എന്നോട് ചോദിക്കും. അപ്പൊ അവിടെ കൃത്യമായി മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نزيد لك كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد
كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب أوصيكم بإيجاز ثانية. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ വാങ്ങിച്ചുകൊണ്ട് ജീവിക്കണം എന്നോട് ഉണർത്തുകയാണ് ശരി. കാരുണ്യത്തിൻ്റെ മഹാനായ പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. അതാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ കൗൺസിലിംഗ്. അത് ജാഅത്കും മൗഇദത്തും മിൻ റബ്ബിക്കും ശിഫാഉൻ ലിമാ ഫി സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനെല്ലാം ശമനമാണ്. ഹുദൻ വ റഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. അത് മാർഗദർശനമാണ്, അനുഗ്രഹമാണ്. ഫസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്. എന്ത് വന്നാലും ക്ഷമ പാലിച്ചുകൊണ്ടും നമസ്കാരം നടത്തിക്കൊണ്ടും അല്ലാഹുവിന്റെ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് പ്രവാചകൻ ചെയ്ത് കാണിച്ചത്. ഏത് വിഷയത്തിനും ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാത്തതാണ്. വലാ യഅ്തൂനക ബിമസലിൻ ഇല്ലാ ജഇനാക ബിൽ ഹഖ് വ അഹ്സൻ തഫ്സീറ. ഒരു വിഷയവും ഒരു പ്രോബ്ലവും ഒരു പ്രശ്നവും അവരുടെ മുന്നിൽ ഉണ്ടാവില്ല, നിന്റെ മുന്നിൽ അവർ അവതരിപ്പിക്കുകയില്ല. അതിന് ഉത്തമമായ വ്യാഖ്യാനവും പരിഹാരവും നാം നിനക്ക് പറഞ്ഞു തരാത്ത നിലയിൽ പറഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലാഹു സ്വദേശപൂർവ്വം ശ്രദ്ധിക്കുന്നതാണ്. അവനോട് ആത്മാർത്ഥമായി തന്നെ ബന്ധപ്പെട്ടാൽ അവൻ നമ്മളിലൂടെയോ മറ്റുള്ളവരിലൂടെയോ വഴി പറഞ്ഞു തരുന്നതാണ്. ആരെയും നിത്യമായ വ്യസനത്തിലും വേദനയിലും വിടാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനോട് ആരും വേദനിക്കുന്ന പ്രവാചകൻ ഇഷ്ടമല്ല. അതേസമയം പറയേണ്ടത് പറയും, പ്രതിരോധിക്കുമ്പോൾ പ്രതിരോധിക്കേണ്ടപ്പോൾ പ്രതിരോധിക്കും. യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ യുദ്ധം ചെയ്തിട്ടുണ്ട്, മാപ്പാക്കേണ്ടി വന്നപ്പോൾ മാപ്പാക്കേണ്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളും ജയിച്ച് ശത്രുക്കളെ മുഴുവൻ കൊന്നുകളയാനുള്ള കപ്പാസിറ്റി ഉണ്ടായപ്പോ മക്കയിൽ അവസാനം പറഞ്ഞു, ഇത് പോയിക്കൊള്ളൂ, നിങ്ങൾ വെറുതെ വിട്ടേ. ബദറിലും മഹദുമിലും ഒക്കെ ഭയങ്കര ശത്രുതാ മനോഭാവത്തോടെ യുദ്ധം ചെയ്തതിന്റെ ബാക്കിയാണ് അവിടെ മക്കയിൽ വന്നത്. മക്ക ഒടുവിൽ വന്നപ്പോ കഅബയുടെ കയറി നിന്നപ്പോ ആളുകൾ വേഗം മുഹമ്മദ് എന്താണ് നമ്മളെ കാട്ടുവെന്നറിയില്ല, ഞാൻ എന്താണ് നിങ്ങൾ ചെയ്യുക എന്നറിയോ? മാന്യനായ പിതാവിന്റെ മാന്യനായ മകനാണ്, അതുകൊണ്ട് നിന്നിൽ നിന്ന് ഞങ്ങൾ കാരുണ്യം മാത്രമേ പ്രതീക്ഷിക്കുന്നു ജനം പറഞ്ഞപ്പോ പ്രവാചകൻ ചിരിച്ചു. നിങ്ങളെല്ലാം പോയിക്കൊള്ളൂ, നിങ്ങൾ സ്വതന്ത്രനാണ്. അല്ലാതെ എല്ലാ സമയവും പ്രവാചകനെ ഒരു തരത്തിലും അതിജയിക്കാൻ ആർക്കില്ല. ലോകം എത്ര വളർന്നാലും ടെക്നോളജി എത്ര ഡെവലപ്പ് ചെയ്താലും മെഹറാജിന്റെ രാത്രിയിൽ പ്രവാചകൻ എത്തിയ സ്ഥലത്തെത്താൻ ആർക്ക് സാധ്യമാണ്? ആലോചിച്ചു, ഭയങ്കര മെഹറാജിന്റെ പാടാകുന്ന അവസരം ഈ പ്രപഞ്ചാതത്തിനപ്പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയിച്ച് അവിടെ നിലാസ്മാനത്തിൽ എത്രയോ വർഷം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കാണിക്കണം. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അടുത്ത സൗരത്തിനപ്പുറം പോകാൻ പറ്റില്ല. ഗാലക്സികളും പിന്നെ ആകാശങ്ങളും അപ്പുറത്തെത്തി. ഒരു കാര്യത്തിലും പ്രവാചകനെ തോൽപ്പിക്കാൻ ആർക്ക് സാധ്യമല്ലേ? ഭൂമിയിൽ ആരും ചെയ്തിട്ടില്ല. അതറിയാം, ഒരുപാട് വളരെ പ്രൗഢനും ഗംഭീരനാണ്. പക്ഷെ എപ്പോഴും ദേഷ്യം പിടിച്ചിരിക്കുന്ന ആളൊന്നുമല്ല. വളരെ സരസനാണ്, തമാശ ആസ്വദിക്കും, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെ യുക്തിഭദ്രമായി കൈകാര്യം ചെയ്യും. സദസ്സിലെല്ലാവരും വളഞ്ഞിരിക്കുന്നു. ഈത്തപ്പഴാണ് ഈ തിന്നുകൊണ്ടിരിക്കുക. അലി റളിയല്ലാഹുവിനെ തൊട്ടടുത്തിരിക്കുന്നു. എല്ലാവരും പറയുന്നൊരു കഥയാണ്. അലി തിന്ന ഈത്തപ്പഴത്തിന്റെ കുരു, പ്രവാചകൻ തിന്ന ഈത്തപ്പഴത്തിന്റെ കുരു നീക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ കുരു തിന്നിട്ടോടെ വിട്ടാണ് ഇങ്ങനെ നീക്കിട്ടു. എന്നിട്ട് ആ സദസ്സിന്റെ ശ്രദ്ധ അലി പറഞ്ഞു, ഇത് നോക്കിയെന്ന് പറഞ്ഞു. അലി കളവൊന്നും പറഞ്ഞില്ല, ഇത് നോക്കിയെന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇത് നോക്കുക, പ്രവാചകന്റെ മുന്നിൽ ഒരുപാട് കുരു, അലിന്റെ മുന്നിൽ ഒരു കുരുവില്ല. ഇത് നോക്കിയെന്ന് പറഞ്ഞു. വളരെ സുസ്മേരവതനായി പ്രവാചകൻ പറഞ്ഞു, ഞാൻ കുരു തിന്നാറില്ല. അരി കുരു തിന്നേരി വരിക, അരി കുരു കൂട്ടി തിന്നേരി. എത്ര പാടിന്റെ പറഞ്ഞു. ഓരോ സംഗതി ഇങ്ങനെ ഭാര്യമാരില്
സഫിയ ജൂതവംശത്തിൽ നിന്നാണ്. അപ്പൊ 2-3 ഭാര്യമാർ ഒന്നിച്ചു പോകുമ്പോ സഫിയുടെ ഒട്ടകം മുന്നിലേക്ക് പോയി. സഫിയുടെ ഒട്ടകം മുന്നിലേക്ക് പോയപ്പോ മറ്റവർക്ക് ചെറിയ മനുഷ്യ സഹജമായ അവളൊരു പോക്കണ്ടിരിക്കുന്നു, ഒരു ജൂത പെണ്ണ് എന്ന് പറഞ്ഞു. അവർക്ക് വളരെ വേദന ഉണ്ടായി. സത്യവിശ്വാസിനിയും മഹാത്മ മുമ്പിനാണ്. അപ്പൊ ജൂത പെണ്ണെന്ന് മറ്റു ഭാര്യമാരെ വിളിച്ചപ്പോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? വിളിച്ചപ്പോ പ്രവാചകനോട് എന്ന് പറഞ്ഞു, എന്നെ അവർ ജൂത പെണ്ണെന്ന് വിളിച്ചു. മക്കയിലെ വലിയ ബോധത്തിലുള്ള ആളാണ്. നബി ചിരിച്ചു. ഭാര്യമാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ പ്രശ്നമുണ്ട്. നബി ചിരിച്ചു. എന്തൊരു മണ്ടത്തെയാണ്. മൂസ എന്റെ പിതാവും ഹാറൂൻ എന്റെ സഹോദരനും മുഹമ്മദ് എന്റെ ഭർത്താവുമാണ്. അങ്ങനെ ആർക്കെങ്കിലും ഒരു പാരമ്പര്യം നിങ്ങൾക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റില്ലേ? കെട്ടിപ്പോയി. വല്ലാത്ത ഞാനാണ് യഥാർത്ഥ പാരമ്പര്യത്തിൽ മൂസയുടെയും ഹാറൂന്റെയും. മുഹമ്മദിന്റെ ഭർത്താവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാരമ്പര്യം സുഹൃത്തായി. ആയിഷയും ഫാത്തിമയും തമ്മിൽ തർക്കണ്ടായി. ഫാത്തിമ ഇടക്കിടക്ക് ഇങ്ങനെ ആയിഷയോട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ കുറിച്ച് വളരെ പുകഴ്ത്തി പറയാറുണ്ട്, ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഫാത്തിമ ആവർത്തിച്ചപ്പോ ആയിഷ പറഞ്ഞ് വയസ്സെത്തി, 2-3 കല്യാണം കഴിഞ്ഞു, എന്നിട്ട് എന്ത് സുഖം കിട്ടാനാ? ഞാൻ ചെറുപ്പമായിരുന്നപ്പോ എന്റെ കന്യകത്വം ആസ്വദിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്റെ ഉമ്മാക്ക് ആ സൗഭാഗ്യം ഉണ്ടായില്ല, അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാണെന്ന് പറഞ്ഞു. വളരെ പ്രശ്നമാണല്ലോ ഇത്തരം ചർച്ച പെണ്ണുങ്ങളുടെ. ഇത് റസൂലിനെടുത്ത് പറഞ്ഞു. റസൂൽ ചിരിച്ചു. പെണ്ണിന് മാത്രമല്ല ആണിന് കന്യകത്വം. എന്റെ പിതാവിന്റെ കന്യകത്വം കിട്ടിയത് എന്റെ മാതാവിനായിരുന്നു. അത് നിങ്ങൾക്ക് ലഭിച്ചില്ലല്ലോ ആയിഷ എന്ന് എന്തുകൊണ്ട് നിനക്ക് പറയാൻ കഴിഞ്ഞില്ല? ഭയങ്കര എന്തൊരു ഭയങ്കരമായ മറുപടി ഇങ്ങനെ വരികയാണ്. ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലാഹു വെറുതെ ഒന്നും പറയില്ല, അതെല്ലാം മാമോനിൽ ആവശ്യം. ഓരോ സന്ദർഭത്തിൽ എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ, ഏത് കോലത്തിൽ വേണം എന്ന് തീരുമാനിക്കാൻ അള്ളാഹുവിന്റെ മാലാഖമാർ റെഡിയായി നിൽക്കുന്നുണ്ട്. ഭൂമിയിലെ ചലിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യമായിരുന്ന പ്രവാചകൻ ഏത് മേഖലയിൽ നല്ലൊരു അധ്യാപകൻ, നല്ലൊരു സൈന്യാധിപനായിരുന്നു, നല്ലൊരു ഭരണാധികാരിയായിരുന്നു, നല്ലൊരു പിതാവായിരുന്നു, നല്ല ഭർത്താവായിരുന്നു, നല്ലൊരു സുഹൃത്തായിരുന്നു. എല്ലാത്തിനും ഉപരി എല്ലാവർക്കും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും പറ്റിയ ഏറ്റവും മഹത്തായ മോഡലായിരുന്നു. അല്ലാഹു സർട്ടിഫൈ ചെയ്തത് ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് നീ. എന്നാണ് റസൂൽ സ്വന്തം കുറിച്ച് പറഞ്ഞത്. എന്നെ അയച്ചത് ഉത്തമമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ഞാനതാ ചെയ്തിരിക്കുന്നു. അവസാനം ഞാൻ എത്തിച്ചില്ലേ, പ്രവർത്തിച്ച് കാണിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ജനങ്ങൾ അതേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു ഷാഹിദ്, അല്ലാഹു ഷാഹിദ്, അല്ലാഹു ഷാഹിദ് എന്ന് ആകാശത്തിൽ കൈ ഉയർത്തി പടച്ചവനെ സാക്ഷി നിർത്തിയിട്ടാണ് ഇഹലോകവാസം കഴിഞ്ഞത്. നമുക്കറിയാം, ഹൃദയത്തിന്റെ കഷ്ടമാണ്, അല്ല നമ്മളെ ജീവനേക്കാൾ വിലയുള്ളതാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിൽ കവിയരുത്, അതിൽ കവി അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ കവിയരുത്, ആരാധനയോളം എത്തരുത്, അനുസ്മരണമായി തന്നെ നിൽക്കണം. അതാണ് പ്രവാചകന്റെ ഇഷ്ടം. റസൂൽ എവിടെയാണ് എല്ലാത്തിനും പറ്റിയ ഉത്തമമായ കൂട്ടുകാരനെ പോലെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് ആശ്വാസം കൊള്ളാൻ സത്യവിശ്വാസികൾ കിട്ടിയ ഒരു മഹോന്നതമായ ഒരു സൗഭാഗ്യമാണെന്ന് ഒരു സംശയമില്ല. അവിടെ നിങ്ങൾ അതിന് കവിയരുത് എന്ന് പ്രവാചകൻ പറഞ്ഞത് പാലിച്ചില്ലെങ്കിൽ ഒട്ടായി. അപ്പൊ അതുകൊണ്ട് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം സത്യവിശ്വാസമുണ്ട്. അല്ലെ എല്ലാ വിഭാഗങ്ങളും അങ്ങനെ തീരട്ടെ. അങ്ങനെ സൂക്ഷ്മതയോടെ കാര്യം ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر لنا أبو بكر وعمر وعثمان وعلي حمزة والعباس والحسن والحسين وبقية أصحاب رسول الله أجمعين. കരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും പുറത്തുമാറാണ്. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഉസ്താദന്മാർ, ധന്യമുഖാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ
മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും എല്ലാവരുടെ ദ്വാരസിയെത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മരിച്ചുപോയ ആളുകൾക്ക് കവടങ്ങളെ പ്രകാശപ്പെടുന്നങ്ങളും വിശാലങ്ങളും കൊടുക്കുന്നതിനും രോഗികളായി കിടക്കുന്ന ആളുകളുടെ രോഗങ്ങളെല്ലാം നിശ്ചയപ്പെടുന്നതിനും അവരുടെ വേണ്ടപ്പെട്ടവരുടെ കുറവുകളൊക്കെ നീ നികത്തി കൊടുക്കണമെന്നതിനാണ്. അകലങ്ങളിൽ വേണ്ടപ്പെട്ട ഞങ്ങളുടെ ആൾക്കാർക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്കും മറ്റുള്ളവർക്കും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും ചെയ്യുന്നതിനാണ്. ഞങ്ങളുടെ ജോലികളിലും കച്ചവടങ്ങളിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഖൈറും ബർക്കത്തും നൽകുന്നതിനാണ്. നാഥായി ഖുർആൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പുലർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനും തൗഫീഖ് നൽകുന്നതിനാണ്. നാഥാ പ്രാർത്ഥന നിരന്തരമായ ഒരു മനസ്സ് നൽകുന്നതിനാണ്. നാഥാ ഞങ്ങളുടെ സക്രാത്തിനോട് ആശ്വാസപ്രദമാക്കണമെന്നതിനാണ്. ഞങ്ങളുടെ കബറിടേണ്ട വിശാലങ്ങളാക്കണമെന്നതിനാണ്. മായ്ശറയിൽ ഞങ്ങളെ സഹായിക്കണമെന്നാണ്. അല്ലാഹുവേ, സ്വർഗത്തിൽ നിന്റെ ലിഖാവ്, ലോകത്തിൽ സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാവ് ഞങ്ങളുടെ മഹാനായ പ്രവാചകനോടൊപ്പം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്നതിനെ ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ചു തരണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم اعز الاسلام والمسلمين، اللهم انصر اعمال المجاهدين في كل مكان يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، واخر دعوانا الحمد لله رب العالمين.